ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചകളുമായിട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും മഴ കാരണം മണ്ണിടിച്ചിൽ നടക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളെ കവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കക്കാട് ഭാഗത്താണ്. കക്കാട് ഭാഗത്തും ഇതുപോലെ മണ്ണിടിച്ചിലിന് വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇവിടെ മുമ്പൊരു ബസ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം കൂടാണ്. ഇവിടെ കണ്ടില്ലേ, ഈ ഷീറ്റ് ഉപയോഗിച്ച് കൊണ്ട് മറച്ച് വെച്ചതൊക്കെ, കവർ കൊണ്ടുവന്ന് വെച്ചതൊക്കെ, ഇതൊക്കെ മഴേൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചതാണ്. ഇതുകൊണ്ടൊന്നും വാഹനങ്ങൾക്ക് അത്ര സേഫ്റ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ ഓടിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ കഴിയുന്ന അത്രയും ക്രാഷ് ബാരിയറിൻ്റെ അടുത്തുകൂടെ പോവാതിരിക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്ര. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കുറേ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയത്താവുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ ഭാഗത്ത് പെട്ടെന്നുള്ള വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കുളപ്പുറം ഭാഗത്താണ്. കുളപ്പുറം ഭാഗത്തും ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് അപകട സാധ്യത വളരെ കൂടുതലായുള്ളൊരു സ്ഥലം കൂടെയാണ്. ഈ ഭാഗത്ത് പറഞ്ഞാൽ വലിയ കുഴി എടുത്ത് നിങ്ങൾക്ക് കാണാം. മണ്ണൊക്കെ വലിയ ഹൈറ്റിൽ നിന്ന് പൊക്കി വെച്ച് കൂട്ടിയിട്ട്, അതുപോലെ മണ്ണിടിച്ച് കൂട്ടിയിട്ടതൊക്കെ കാണാം. ഇപ്പോഴും JCB മറ്റുള്ള മെഷീനറികളൊക്കെ ഉപയോഗിച്ച് പല ഭാഗത്തും മണ്ണുകൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ പോകുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നന്നാവും. ഏറ്റവും നല്ലത് അതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഇതുപോലെ വലിയ വലിയ കുന്നും ഇടിച്ചുകൊണ്ടും അതുപോലെ മണ്ണിട്ട് പൊക്കിയ ഭാഗത്തു കൂടെയൊക്കെയാണ് നമ്മുടെ NH66 കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ഭാഗത്തും മണ്ണിടിച്ചിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വലിയ വലിയ കുന്നുകൾ ഇടിച്ചുവിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ട് കണ്ടില്ലേ, മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇതുപോലെ പല ഭാഗത്തും ഇങ്ങനെയുള്ള വലിയ വലിയ ഭാഗത്ത് കാണാം. ഇതുപോലുള്ള ഭാഗത്ത് കുറച്ചും കൂടെ മുന്നിട്ട് വരുമ്പോൾ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇതാണ് ഒരു സ്കൂള് മദ്രസ എന്തോ ഭാഗത്താണ് ഇപ്പോൾ ഇതും കുളപ്പുറം ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഈ ഭാഗത്തും ഇത് മണ്ണിട്ട് ഇതുപോലെ മണ്ണെടുത്ത് കാണാം നമുക്ക്. ഇതൊക്കെ ശരിക്കും ഒരു അപകടാവസ്ഥ തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ചില ഭാഗത്തൊക്കെ നല്ല ഉറച്ച പാറ പോലുള്ള ഭാഗങ്ങളാണ്. എങ്കിലും നിങ്ങളൊക്കെ ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പരമാവധി ശ്രദ്ധിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഏത് സമയത്തും അപകടം വരാൻ സാധ്യതയുണ്ട്. എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നു അത്രത്തോളം നമുക്ക് നന്നായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ഭാഗത്ത് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കാക്കഞ്ചേരിയുടെയും സ്പിൽ മില്ലിൻ്റെയും രണ്ടിൻ്റെയും മധ്യഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെ വൻതോതിലാണ് മണ്ണിടിച്ച് വെച്ചിട്ടുള്ളത്. വളരെ അപകട സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഭാഗത്ത് പറഞ്ഞാൽ. കണ്ടില്ലേ, ഒരു വീട് കണ്ടില്ലേ, വീടിൻ്റെ അടുത്ത് ആണ് മണ്ണെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താ പറഞ്ഞാൽ വലിയൊരു ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടുകൊണ്ട് മണ്ണ് മൂടിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും എത്രത്തോളം സേഫ്റ്റി ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ സ്വയം അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് വലിയ രീതിയിൽ തന്നെയാണ് മണ്ണ് ഇടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണ് കൂട്ടി വെച്ചത് കാണാം. അതുപോലെ നമുക്ക് ഇനി ഇതിൻ്റെ മറ്റ് സൈഡിലുള്ള കാഴ്ച എന്താ നോക്കണം. ആ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ രീതിയിൽ മണ്ണിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ അടുത്ത് പോയി നോക്കാം ഒന്നുകൂടെ. ആ ഭാഗത്ത് ഇവിടെ എന്താ ചെയ്തേണ്ടതെന്ന് പറഞ്ഞാൽ മണൽ ചാക്കിൽ നിറച്ചിട്ട് വെച്ചതാണ്. ഇതുകൊണ്ടൊന്നും വലിയൊരു സേഫ്റ്റി ഉണ്ടാവും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് വാള് ചെയ്തൊക്കെ നമുക്ക് കാണാം, കോൺക്രീറ്റ് വാള്. പക്ഷേ കോൺക്രീറ്റ് വാളിൻ്റെ മുകൾ ഭാഗത്ത് അവർ ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ സിമെൻറ്റ് കട്ട ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു പടവാണ് നടത്തിയിട്ടുള്ളത്. അതും അത്ര ഒരു സേഫ്റ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതാണിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച.
ഇവിടെ കുറേ മണൽ ചാക്കാക്കിയിട്ട് വെച്ച് കാണാം. ഇതൊക്കെ വലിയ മഴയും നല്ല വെള്ളമൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഒരിക്കലും ഇതൊന്നും സേഫ്റ്റി ആയിരിക്കില്ല. അപ്പോൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. വളരെ അപകടമായിട്ടുള്ള രീതിയിലാണ് ഈ വീടൊക്കെ നിൽക്കേണ്ടത്. ഇപ്പോഴും ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതാണ് അവിടുത്തെ ഭാഗത്തുള്ള കാഴ്ച. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വലിയൊരു താഴ്ന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അവിടെ ഒരു വെള്ളം ഒഴുകി പോകണമെന്ന് കണ്ടില്ലേ? ആ ഭാഗത്തൂടെ ഇവിടെ വലിയ രീതിയിൽ മണ്ണിട്ട് കെട്ടി പൊക്കിയൊരു ഭാഗമാണ്. ഇതിലൂടെയാണ് ഇപ്പോൾ അടുത്ത സർവീസ് റോഡായി മാറാൻ പോകുന്നത്. ഈ ഭാഗത്ത് ഇതൊരു ഭയങ്കരമായിട്ട് താഴ്ന്നൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ക്രോസ് ചെയ്തിട്ടാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തോന്നണ്ട, കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇവിടത്തേക്ക് എത്രത്തോളം സേഫ്റ്റിയിലാണെന്ന്. പക്ഷേ നല്ല കമ്പനിയൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ കമ്പനി നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് വർക്കൊക്കെ ചെയ്യുന്നത്. കണ്ടില്ല, വെള്ളം ഒഴുകി പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോവാണ് ഈ മണ്ണിട്ട് നിറച്ചതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൂടെ ഒരു ഡ്രൈനേജും കടന്നു പോകുന്നുണ്ട്. ആ ഡ്രൈനേജിൽ നിന്ന് വരുന്ന വെള്ളവും ഇതുപോലെയുള്ള താഴത്തുള്ള ഈ പ്രദേശത്തേക്കാണ് പോകുന്നത്. ഇവിടെ പണ്ടൊരു എന്തോന്നറിയില്ല, ഒരു താഴ്ന്ന പ്രദേശമാണ് ഇത്. കണ്ടില്ലേ, ഇതിൽ കൂടെ അങ്ങനെ വെള്ളം ഒഴുകി പോകുന്നൊരു സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നത്. ഇവിടെ വെള്ളമൊക്കെ ഒഴുകിപ്പോയ ഒരു പാടുകളൊക്കെ കാണുന്നുണ്ട്. പണ്ടേ ഇങ്ങനെയുള്ളൊരു സ്പോട്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈവേ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊന്നും ക്രാഷ് ബാരിയറൊന്നും നിർമ്മിച്ചിട്ടില്ല. അതിൻ്റെ കമ്പിയൊക്കെയാണ് ഇത് കാണുന്നത്. നല്ല ഹൈറ്റിലൂടെയാണ് ഇപ്പോൾ ഇവിടെ കട്ട വെച്ച് പൊക്കിയതിൻ്റെ ശേഷം വർക്ക് നടന്നിട്ടുള്ളത്. ഇതാണ് മറ്റുള്ള ഒരു അപകടമായുള്ള ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. വാഹനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. പറഞ്ഞാൽ ഇത് വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊന്നും അത്ര അറിയാൻ പറ്റില്ല ഇതിൻ്റെ മറു സൈഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു വലിയ സേഫ്റ്റി ഒന്നുമില്ല. കാരണം അവിടെ ചെറിയൊരു ക്രാഷ് ബാരിയറിൻ്റെ പീസ് അങ്ങനെ എന്തോ വെച്ചത് കാണാം നമുക്ക്. അതല്ലാതെ വേറെ ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ഇത്തരം ഭാഗങ്ങളിലൂടെയൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകൾ കുറച്ച് സെൻറ്റർ ഭാഗത്തിലൂടെയൊക്കെ പിടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വാഹനങ്ങൾ ഇങ്ങനെ പോയി അവിടെയൊക്കെ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇതുപോലുള്ള വാള് കെട്ടിയിട്ട് കാണാം. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കോൺക്രീറ്റ് വാള് ഇവിടെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ സിമൻറ്റ് കട്ട ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണ് സേഫ്റ്റി ആവോ അറിയില്ല. അവിടുന്ന് വെള്ളം മണ്ണൊക്കെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കും തോന്നണില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ കാഴ്ചകളുമായിട്ട് ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കാണണം പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ലൈക്ക് ബട്ടണും അമർത്തണം. അപ്പോൾ വീണ്ടും പറയുകയാണ്, അടുത്ത ഒരു വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, ബൈ.